3,75,000 രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്കുള്ള ഫുൾ ഇന്റീരിയർ ചെയ്തു തരും. അതിന് വരുന്ന 4,75,000 ആണ്. 7,75,000 സൈസ് മാറ്റി കൊടുക്കാം, ഏത് ഡിസൈനും അത് പ്രീമിയം കിച്ചൺ ആണ്. മറൈൻ പ്ലൈവുഡ് അല്ലേ ഇത് നിങ്ങളുടെ പ്രൊഡക്റ്റ് അല്ലേ? മറ്റൊരു കിച്ചൺ അക്കലിക്കിലാണ് ഇരിക്കുന്നല്ലേ? ഈ ഹൈറ്റ് കുറവുള്ളവർക്കുള്ള സെറ്റപ്പ് അല്ലേ? നമസ്കാരം. ഒരു 3,75,000 രൂപയ്ക്ക് പ്രീമിയം ആയിട്ട് ഒരു വീടിന്റെ ഫുൾ ഇന്റീരിയർ ചെയ്ത് കിട്ടിയാൽ അങ്ങനെ ഇരിക്കും, നന്നായിരിക്കും അല്ലേ? എന്നാൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്തു തരുന്ന ഒരു ഫേമിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. നമ്മുടെ കൊച്ചിയിലുള്ള ഹോംസോൾ ഇന്റീരിയേഴ്സ്. ഹോംസോൾ തെയ്യമ്പാടിൽ അവരുടെ വീഡിയോ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്. അവരുടെ തന്നെ ഇന്റീരിയർ ഫാമാണ് ഹോംസോൾ ഇന്റീരിയേഴ്സ്. ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ ഈ പറഞ്ഞതുപോലെ 3,75,000 രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്കുള്ള ഫുൾ ഇന്റീരിയർ ചെയ്തു തരും. പല പാക്കേജുകളാണ്. ഈ 3,75,000 രൂപ 2 BHK ആയിട്ടുള്ള ഒരു വീട്ടിലേക്കാണ്. അതിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ് എന്നതുവരെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അവസാനം. അതുപോലെ തന്നെ 4,75,000 അത് കുറച്ചുകൂടെ പ്രീമിയം ആയിട്ടുള്ള 3 BHK ഹൗസിലേക്കാണ്. 7,75,000 ഒരു വളരെ അൾട്രാ പ്രീമിയം ആയിട്ടുള്ള എല്ലാ പ്രോഡക്റ്റുകളും കൊടുത്തുകൊണ്ടിട്ടുള്ള ഒരു ഇന്റീരിയറാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആവും എന്ന് വരെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും നിങ്ങൾ ഈ കാണുന്നത്. ഞാൻ ജയശങ്കർ, ഹോം ആൻഡ് കമേഴ്ഷ്യൽ ഇന്ത്യയുടെ കൺസൾട്ടന്റ്, ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഇന്ന് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ ഒപ്പം നമുക്ക് വിശദീകരിച്ച് തരാൻ പോകുന്ന ശരത്താണ്. ഹലോ ശരത്ത്, നമ്മുടെ കറക്റ്റ് ഹോംസോൾ തെയ്യമ്പാട്ടിൽ അതേ ബിൽഡിങ്ങില് റൂഫ് ടോപ്പിലാണ് 5th ഫ്ലോറിൽ നമ്മുടെ ഹോംസോൾ ഇന്റീരിയേഴ്സിൽ അല്ലേ? വരുന്നവർക്ക് വന്നവർക്ക് ഒരു എക്സ്പീരിയൻസ് സെന്റർ ആണ് അല്ലെ? ഒരു സ്റ്റുഡിയോ പോലെ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്കറിയാം നിങ്ങളുടെ ലൂസ് ഫർണിച്ചറിന്റെ അതായത് ഇമ്പോർട്ടഡ് ഫർണിച്ചറിന്റെ കാര്യത്തിൽ ഒരു രാജാക്കന്മാരാണ്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ, ഒത്തിരി ഓപ്ഷൻസ്, ഒരുപാട് സ്റ്റോഴ്സ്. കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ അത്ര സ്റ്റോഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇന്റീരിയറിൽ ശരിക്കും ആദ്യം പറയേണ്ടത് ഫർണിച്ചർ അലൈൻമെന്റ്, ലൂസ് ഫർണിച്ചർ ഇരുന്നാൽ ഇവരെ കഴിഞ്ഞിട്ട് ആളുണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് അവിടെ തൊട്ട് നമ്മളിത് കൊടുക്കും അല്ലേ? അതെ, ഇവിടം തുടങ്ങാം. ലിവിങ് ഏരിയ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ തന്നെയാണെന്ന് വിചാരിക്കുന്നത്. അതെ, സോഫ നമ്മുടെ തന്നെയാണ്. യെസ്, സൈസ് അനുസരിച്ച് ചെയ്യാം അല്ലേ? നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അതുകൊണ്ട് ഇപ്പൊ ഈ സ്പേസിലേക്ക് നമുക്ക് ഒരു 2 സീറ്ററേ വേണ്ടുള്ളൂ. അപ്പൊ ആ സ്പേസ് അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഇതിന്റെ വേറെ കളർ ചേഞ്ച് കൊടുക്കാം, സൈസ് മാറ്റി കൊടുക്കാം, മാറ്റാം, കളർ ചേഞ്ച് കൊടുക്കാം, ഏത് ഡിസൈനും മാറ്റാം, എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊരു കസ്റ്റമറുടെ വർക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ സാധനം എന്താണോ അവർക്ക് വേണ്ടി അത് കസ്റ്റമൈസ് ചെയ്യും, അതുപോലെ ചെയ്ത് കൊടുക്കാം. യെസ്, അത് മാത്രല്ലേ ഈ സെന്റർ ടേബിള്, അതുപോലെ ഈ റഗ് എല്ലാം അതിലേക്ക് വേണ്ട ഡെക്കറേറ്റീവ് ഐറ്റംസ് എല്ലാം നമ്മളാ കൊടുക്കുക. കസ്റ്റമർ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. യെസ്, ഇവിടെ തന്നെ ഇവർ ലിവിങ് ഏരിയ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ലിവിങ് ഏരിയയിൽ ഒരു TV യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ എങ്ങനെ വേണേൽ ചെയ്യാം. ഇവിടെ നിങ്ങളൊരു സാധനം കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? ഇതൊക്കെ നമ്മുടെ ഷോറൂമിനായിട്ട് ഓപ്ഷൻ ആയിട്ട് കൊടുക്കുന്നേ ഉള്ളൂ. യെസ്, അങ്ങനെ ചെയ്തിരിക്കുന്നു. എനിക്ക് ബാക്കിൽ ഒരു ഫ്ലൂട്ടഡ് ആയിട്ടുള്ള പാനലിംഗ് ആണ് അല്ലേ? അതെ, ഈ ലാമിനേറ്റ് ആയിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു ഫ്ലൂട്ടഡ് പാനൽ കൂടി കൊടുക്കും. യെസ്, പാനൽ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ അത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഏരിയയിലുള്ള സ്റ്റോറേജ് ഉൾപ്പെടെ ഫ്ലൂട്ടഡ് ഗ്ലാസ് ഉൾപ്പെടെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഏത് രീതിയിൽ വേണേൽ നമുക്കത് ഡിസൈൻ ചെയ്ത് കൊടുക്കാം, ഡിസൈൻ ചെയ്ത് എടുക്കുകയും ചെയ്യാം. യെസ്, ലിവിങ്ങിലേക്ക് ഇപ്പോൾ ഉദാഹരണം നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഇതുപോലുള്ള ലൂസ് ഫർണിച്ചർ, അതിപ്പോൾ സിംഗിൾ ആയിക്കോട്ടെ ഡബിൾ ആയിക്കോട്ടെ, അതിൻ്റെ പല ഓപ്ഷൻസ്, അതിൻ്റെ പല കളേഴ്സ്, ഇതുപോലുള്ള എല്ലാ സാധനങ്ങളും വിത്ത് കർക്കേസ് ഉൾപ്പെടെ നമുക്ക് ചെയ്ത് കൊടുക്കാം. നേരത്തെ ഇന്റീരിയർ ആയിട്ട് നിങ്ങൾ തുടങ്ങിയിട്ടില്ലായിരുന്നു? ഇന്റീരിയർ ചെയ്യുന്നുണ്ട്, നമുക്ക് ഷോറൂം ആയിട്ടില്ലായിരുന്നു അല്ലേ? യെസ്, ഇപ്പൊ ആൾക്കാർ അറിഞ്ഞു ചെയ്യാന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് ഇന്റീരിയറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഫർണിച്ചർ തൊട്ട് ഇപ്പൊ നിൽക്കുന്നത് ഒരു കിച്ചണിലാണ്. യെസ്, ഒരു പ്രീമിയം കിച്ചൺ ആണ്. മറൈൻ പ്ലൈവുഡ് അല്ലേ നിങ്ങൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് അല്ലേ? മറൈൻ പ്ലൈവുഡ് ബേസ് മെറ്റീരിയൽ പ്ലസ് ലാമിനേഷൻ ചെയ്യാം, PU പെയിന്റ് ചെയ്യാം, WPCയിലും ചെയ്യുന്നുണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. യെസ്, ഇതിപ്പോ ഇവരുടെ ഒരു ഷോ കിച്ചൺ ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ആക്സസറീസ് കാര്യങ്ങൾ, അതുപോലെ നമുക്ക് ഏത് ആക്സസറീസ് വേണമെങ്കിലും, റാൻഡം ബോക്സ്, അതുപോലെ തന്നെ കട്ട്ലറി യൂണിറ്റ്, ഇത് PVC ഷട്ടറാ അല്ലേ? ഇതൊക്കെ നമുക്ക് പലർത്തും എന്താ പറയുക, നോർമലി PVC കിട്ടും. ഗ്ലാസിന്റെ ഷട്ടേഴ്സും അവൈലബിൾ ആണ്, അത് നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? യെസ്, ഇതൊരു ഐലൻഡ് കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഐലൻഡ് കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ, നോർമലി ഇരുന്ന് കഴിക്കാൻ, ബ്രേക്ക്ഫാസ്റ്റ് ഇരുന്ന് കഴിക്കാൻ പാകത്തിനുള്ള ഏരിയ. ഇതൊക്കെ നിങ്ങളുടേതല്ലേ? അതെ. കളർ കോമ്പിനേഷൻ ഏത് വേണേൽ കൊടുക്കുക. ഇതൊരു ബ്ലാക്ക് ആൻഡ് ഗ്രീൻ എന്ന് പറഞ്ഞ കളർ കോമ്പിനേഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നതാണ്. ഇവിടെ നമുക്കൊരു വാഷിംഗ് ഏരിയയും കൂടെ കൊടുത്തിട്ടുണ്ട് അല്ലേ?
വാഷിംഗ് ഏരിയ പാർട്ടീഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു വാഷിംഗ് ഏരിയ ഈ ഒരു ഏരിയയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന കാണാൻ സാധിക്കും. അതും എനിക്ക് തോന്നുന്നു വെറ്റ് ഏരിയാസിലൊക്കെ നിങ്ങൾ WPC അവർക്ക് ബാക്കിയുള്ളിടത്താണ് മറൈൻ പ്ലൈവുഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെയും 2 കിച്ചൺ ഉണ്ട്. പക്ഷേ ആ കിച്ചണിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് ഈ ഡൈനിങ് കാണിച്ചു പോകാം. ഇത് നിങ്ങളുടെ പ്രൊഡക്റ്റ് അല്ലേ? അതെ. ഒരു ടേബിൾ എല്ലാം നമ്മുടെ തന്നെയാണ്. ഒരു സെറ്റായിട്ട് ഇത് നമ്മുടെ ഇവിടെ വന്ന് കണ്ടെടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ ഒരു ഡൈനിങ് സെലക്ട് ചെയ്തിട്ട് ചെയർ സെപ്പറേറ്റ് നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് കൊടുക്കാം. ഏത് ഇതിൽ വേണം നമുക്ക് ചെയ്യാൻ പറ്റും. പിക്ക് ചെയ്തെടുക്കുന്ന ഓപ്ഷൻ. ഏറ്റവും വലിയ പ്രത്യേകത ഈ ഹോം സോൾ തെയ്യമ്പാട്ടിന്റെ ഒരു വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഈ പറഞ്ഞ എല്ലാ പ്രൊഡക്റ്റുകളും ഇവിടെ ഉണ്ട്. നമുക്കൊരു പ്രൊജക്ട് കിട്ടുകയാണെങ്കിൽ എല്ലാം അവസാനം വരെ ഡെക്കറേറ്റീവ് ഐറ്റംസ് വരെ. അതായത് ഈ കാണുന്ന ലൈറ്റ്സ്, പിന്നെ അതുപോലെ ഒരു ചെറിയ റെസിൻ മോൾഡ്, ചെറിയൊരു ബൗൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് കൊടുക്കാം. എന്ത് വേണം നമുക്ക് ഇവിടുന്ന് കിട്ടും. അതാണ് പറഞ്ഞു വരുന്നത്. ഡൈനിങ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്ന ഒരു ഡൈനിങ് ഏരിയ പോലെ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇനി അതല്ല, ഡൈനിങ്ങിന്റെ പല ഓപ്ഷൻസ്, അത് വലുതും ചെറുതുമായിട്ടുള്ള ഓപ്ഷൻസ് അല്ലേ? നമുക്കൊരു ഫ്ലോർ തന്നെ ഉണ്ട്. അതെ. നിങ്ങളുടെ 4 ഫ്ലോറുകൾ നിറയെ ഇതിന്റെ ഓപ്ഷൻസ് ആണുള്ളത്. അത് വന്നവർക്ക് മനസ്സിലായി. അതിന്റെ മേളത്തെ ഫ്ലോറിൽ ഇത് വന്നു കഴിഞ്ഞാൽ ഇവിടെയും കാണാൻ പറ്റും. മറ്റൊരു കിച്ചൺ അക്രലിക്കിലാണ് ഇരിക്കുന്നല്ലേ. അതായത് അക്രലിക് ലാമിനേറ്റ് ഉപയോഗിച്ചിരിക്കുന്ന അക്രലിക് കിച്ചണാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ബേസ് മെറ്റീരിയൽ മറൈൻ പ്ലൈവുഡ് തന്നെ. മറൈൻ പ്ലൈവുഡ്. ഇനി ഒരു കസ്റ്റമർ പറയുകയാണ്, എനിക്ക് എനിക്ക് വേണ്ടത് WPCയിലാണ്. നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫുൾ WPC ചെയ്ത് കൊടുക്കാം. ഇപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾ ബാക്ക് പാനൽ മാത്രമാണ് WPC ചെയ്യുന്നത്, വെള്ളം പറ്റാതിരിക്കാനൊക്കെ. പിന്നെ ഇവിടെ നമ്മൾ അപ്പറേ പറഞ്ഞതുപോലെ ഫുൾ ആക്സസറീസ് എല്ലാം കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. വിക്കർ ബാസ്ക്കറ്റ്, ഇപ്പോ ഈ പച്ചക്കറികളൊക്കെ സൂക്ഷിക്കാനായിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ ഷട്ടർ വെച്ചിട്ട് കൊടുക്കാം, അങ്ങനെ ഓപ്പൺ ആയിട്ടും കൊടുക്കാം. 2 രീതിയിലും ചെയ്യാൻ പറ്റുമല്ലോ. എങ്ങനെ വേണേൽ കൊടുക്കാം. പിന്നെ അതുപോലെ നമുക്ക് പുൾ ഔട്ട് യൂണിറ്റുകൾ, എല്ലാ രീതിയിലുള്ള പ്രൊഡക്റ്റുകളും നമുക്ക് ഇവിടെ അവൈലബിൾ ആകാൻ പറ്റും. ആക്സറീസ് ഏതാണ് വേണ്ടതെന്ന് കസ്റ്റമറാണ് തീരുമാനിക്കേണ്ടത് അല്ലേ? യെസ്. വിത്ത് ഗ്ലാസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഒരു ഏരിയയാണ്. ഇനി ഇതല്ല, ഗ്ലാസ് അറ്റാച്ച് ചെയ്യാത്ത ഏരിയയും കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് അതൊരു മിഡ് വേ സിസ്റ്റം എന്ന് പറയും. ആക്സസറി ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഈ ആക്സസറി ആയിട്ട് തന്നെ കൊടുക്കുക. ഇത് അവിടെ ഹോൾഡ് ചെയ്ത് വെക്കുവാണ്, സ്ക്രൂ ചെയ്യാണ് അല്ലേ? എക്സ്ട്രാ ആക്സസറി ആണോ ഇത്? നമുക്ക് എടുക്കുകയും ചെയ്യാം. ഇതെല്ലാം എടുക്കാൻ പറ്റുന്നതും കൂടിയാണ് അല്ലേ? ശരി. ഒരു ചാനൽ പോലെ പോകുന്നു. ഓക്കെ. അതിനകത്തൊക്കെ ഇപ്പൊ ചെറിയ അതായത് ഒരു എന്താ പറയാ, ഒരു ഓപ്പൺ ലഡ്ജസ് പോലെ, വീഡിയോസ് പോലെ അങ്ങനെ ഒരു കിച്ചണാണ് ഇവിടെ. ഡാഡോ ടൈൽസ് ഒക്കെ ഇട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇതിപ്പോ നോർമലി ഒരു ചെറിയ ഒരു എൽ ഷേപ്പ് കിച്ചൺ ഇവിടെ ചെയ്തിരിക്കുന്നു എന്നേ ഉള്ളൂ. അക്രിലിക് ഓപ്ഷൻ ആയിട്ട് കൊടുക്കാൻ. യെസ്, അക്രിലിക് ഓപ്ഷൻ ആയിട്ട് ഇത് വന്നിരിക്കുന്നത്. ഇനി ഇവിടെ മറ്റൊരു കിച്ചൺ ഉണ്ടല്ലേ? ഇതും പ്ലൈ ലാമിനേറ്റ് ആണ്. ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. പ്ലൈ ലാമിനേറ്റ്. ഇതൊക്കെ മാറ്റ് ഫിനിഷ് ആണ് അല്ലേ? ലാമിനേറ്റ്, പ്ലൈവുഡ് ലാമിനേറ്റ് തന്നെ. ഇവിടെ വരുമ്പോഴത്തേക്കും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കളർ കോമ്പിനേഷൻ, ഒരു വുഡ് വൈറ്റ് ഒരു ഗ്രീൻ കോമ്പിനേഷൻ ആണ്. പേസ്റ്റൽ കളർ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ആണല്ലോ പേസ്റ്റൽ കളേഴ്സ്. അതുപോലെ ഇവിടെയും ലാമിനേറ്റ് ആണ് വന്നിരിക്കുന്നത്. നമുക്ക് ഹാൻഡിൽലെസ് ആയിട്ട് അത് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ചെയ്തിരിക്കുന്നു അല്ലേ? യെസ്. ഒന്ന് കട്ട് ചെയ്ത് ആ ഏരിയ ഹാൻഡിലാക്കിക്കൊണ്ട് നമുക്ക് അവിടെ പെയിന്റ് ഫിനിഷ് ചെയ്യാൻ പറ്റും. പെയിന്റ് ഫിനിഷ് തന്നെ എടുക്കാൻ പറ്റും. പിന്നെ ടോപ്പൊക്കെ കസ്റ്റമറുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ്. ടോപ്പൊക്കെ വേറെ ഇവരുടെ സ്കോപ്പിൽ വരുന്നതല്ല, ഇന്റീരിയർ സ്കോപ്പിൽ വരുന്നതല്ല. അത് കൺസ്ട്രക്ഷൻ സ്കോപ്പിൽ വരുന്നതാണ്, എല്ലാവർക്കും അറിയാവുന്ന വിചാരിക്കുന്നത്. ഇതൊക്കെ കൺസ്ട്രക്ഷൻ സ്കോപ്പിൽ വരേണ്ട പ്രോഡക്റ്റ് ആണ്. നമ്മൾ മൊത്തത്തിൽ ഇപ്പൊ ഗ്രാനൈറ്റ് ടോപ്പ് ആണെങ്കിൽ നമുക്ക് അതും ചെയ്ത് കൊടുക്കാം. ഗ്രാനൈറ്റിന് വേറെ ആളെ അന്വേഷിക്കേണ്ട കാര്യമില്ല, അത് ഇവർ ചെയ്തു തരും. ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തിരിക്കുന്നു. നമ്മളൊരു കിച്ചൺ അല്ല, മൊത്തത്തിൽ ഫുള്ളായിട്ട് എടുക്കാം. അപ്പോ ഗ്രാനൈറ്റ് ഇട്ട് നിങ്ങൾ ചെയ്യും, കൊറിയൻ ടോപ്പ്, സോളിഡ് സർഫസ് എന്ന് പറഞ്ഞാൽ കൊറിയൻ ടോപ്പ് ഇട്ട് ചെയ്യും, ലാമിനേറ്റ് ഇട്ട് ചെയ്യും, സ്റ്റോൺ ഇട്ട് ചെയ്യും, എന്തും ചെയ്യും. അപ്പൊ ഇനി വേറെ ഇത് തപ്പി പോകണ്ടെന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. എന്തും ഏതും ഇവര് തന്നെ ചെയ്തു തരും. നമുക്ക് പിന്നെ ഒരു വലിയൊരു ആക്സസറി വരുന്നുണ്ട്, ഒരു പുൾ ഔട്ട് യൂണിറ്റ് പോലെ. ഈ ഹൈറ്റ് കുറവുള്ളവർക്കുള്ള സെറ്റപ്പ് അല്ലേ? അതായത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ ഇതിൽ ഹോൾഡ് ചെയ്യാം. വെയിറ്റ് താങ്ങിക്കോളും. ഇതിപ്പോ എനിക്ക് തോന്നുന്നു വെച്ച് നമുക്ക് അതുപോലെ തന്നെ എടുത്ത് വെക്കണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഇത് ഒരുവിധപ്പെട്ട ആക്സസറീസ് എല്ലാം ഓപ്ഷണലാണ്. നമുക്കിപ്പോ ഇന്ന സാധനം ആവശ്യമുള്ളവർക്ക് അത് ഉപയോഗിക്കാം. ടോൾ യൂണിറ്റിൽ തന്നെ എത്ര പേര് അത് യൂസ് ചെയ്യും നമുക്ക് പറയാൻ പറ്റും. ചിലർക്ക് അകത്ത് ലൂസ് ഷെൽഫ് മാത്രം മതിയാവും. നമ്മളിത് ഏത് രീതിയിലും ചെയ്തു കൊടുക്കും. ടോൾ യൂണിറ്റ് നോർമലി ഉള്ള ആ ഒരു ബോക്സ് അടിച്ച് അങ്ങനെയും ചെയ്യാം.
അല്ലെങ്കിൽ ആക്സസറി വിത്ത് ആക്സറീസ് വെച്ചും ചെയ്യാം. നമ്മളിവിടെ ആക്സറി വെച്ച് ചെയ്തിട്ടുണ്ട്. ഇവർ ഈ ഒരു ടോൾ യൂണിറ്റ് നമ്മൾ അന്നേരം കാണിക്കാൻ വിട്ടുപോയൊരു സാധനം, അതുകൊണ്ട് ഇപ്പോൾ ഒന്ന് കാണിച്ചേക്കാം. ഈ ടോൾ യൂണിറ്റ് ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത് ഇതാ. ഇതല്ല, ഇനിയിപ്പം നമുക്ക് ആന്ത്രസൈറ്റ് പോലുള്ള കളേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. അങ്ങനെയും ചെയ്യാം. ചിലർക്ക് അകത്ത് ലൂസ് ഷെൽഫ് മാത്രം മതി, തട്ട് പോലെ മാത്രം മതി, അങ്ങനെ ചെയ്യാൻ പറ്റും. എങ്ങനെ വേണം നമുക്ക് ചെയ്തെടുക്കാം. ആക്സറീസ് വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും പണ്ടെന്നൊക്കെ പറഞ്ഞാലേ ഒരു ആക്സസറി റേറ്റ് കേൾക്കുമ്പോൾ ആൾക്കാർ ഞെട്ടും. പക്ഷെ ഇന്നിപ്പോ എനിക്ക് തോന്നുന്നു ഹാഫിലെ ഹെറ്റിജ് പോലുള്ള കമ്പനികൾക്ക് ഒരുപാട് ഓപ്ഷൻസ് 10-20,000 രൂപയ്ക്കൊക്കെ ഈ പറഞ്ഞ പോലുള്ള ടോൾ യൂണിറ്റ് ആക്സറീസ് കിട്ടും കേട്ടോ. നിങ്ങൾ വലിയ വിലയാണെന്ന് ആരും എടുക്കാതിരിക്കണ്ട. ഇവിടെ നമ്മൾ ഹാൻഡിൽ കൊടുക്കുന്നത് മറ്റേ നമ്മുടെ ഹാൻഡിൽലെസ് ആണ് അല്ലേ, ഹാൻഡിൽ ഫ്രീ ആയിട്ട് ഇതിങ്ങനെ താഴേക്ക് ചാടിച്ചിട്ട് ഏത് രീതിയിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. കസ്റ്റമർ ഇഷ്ടമാണ്. ഇനി ഇവിടെ നമുക്കൊരു ബെഡ്റൂം യൂണിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇതാ ബെഡ്റൂം യൂണിറ്റിലും ഒരു ഗുണം, വെളിയിലെങ്ങും പോകേണ്ട ഒരു സാധനം എടുക്കാനായിട്ട് ബെഡ് കോട്ട്. യെസ്, ബെഡ് കോട്ടിന്റെ ഒരുപാട് വേരിയസ് കളക്ഷൻസ് ഉണ്ട് നമ്മുടെ ഇവിടെ. അതല്ലാതെ കസ്റ്റമർ ഇഷ്ടം അനുസരിച്ച് നമുക്ക് അളവെടുത്ത് ചെയ്ത് അങ്ങനെ ചെയ്യാൻ പറ്റും. നമുക്ക് വുഡൻ ആണെങ്കിൽ നമുക്ക് ഫ്ലോറിൽ അവൈലബിൾ ഉണ്ട്. നമുക്ക് ബോക്സ് ടൈപ്പ് നമ്മുടെ കസ്റ്റം പ്ലൈയിൽ അടിച്ചു കൊടുക്കാം. ഇതാ ഇവിടെ ഫാബ്രിക് ചെയ്ത് ഇതിനോട് ചേർന്നിട്ടൊരു മിററിന്റെ അപൂർണമായിട്ടുള്ള ഒരു മിറർ, ഹെഡ് ബോർഡ് മുഴുവനായിട്ട് അതിലൊക്കെ സ്റ്റീൽ ബീഡിങ്സ്, കോപ്പർ ബീഡിങ്സ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഗോൾഡൻ ബീഡിങ്സ് കൊടുത്തിട്ടുണ്ട്. അതെന്തുവാ, ഗ്ലാസോ അക്രലിക്കോ? ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ചെയ്തിരിക്കുന്നത്. രണ്ട് സൈഡിലും ഒരു സൈഡ് സൈറ്റുകൾ, ഒരു സൈഡിൽ ഡ്രസ്സിംഗ് ഇവിടെ കൊടുത്തിരിക്കുന്നു. റഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ തന്നെയാണ്. പക്ഷെ അതെനിക്കറിയാം, അതുകൊണ്ട് ഞാൻ പ്രത്യേകം ചോദിക്കുന്നത്. ഇനി ഇവിടെ വാർഡ്രോബ് യൂണിറ്റ് ചെയ്തിരിക്കുന്നു. വാർഡ്രോബ് യൂണിറ്റിൽ ഇതാ ഇതൊരു സംഗതിയാണ്. ഇതിപ്പോൾ വന്നിരിക്കുന്ന ഒരു പുതിയ സാധനമാണ് അല്ലേ. ഒരു പുതിയ ട്രെൻഡാണ് ഇത്. നോർമലി അകത്ത് ഇരിക്കുന്ന സാധനം നമുക്ക് ആവശ്യമുള്ളപ്പോഴത്തേക്കും വെളിയിലോട്ട് എടുക്കാം, എന്നിട്ട് അകത്തോട്ട് വെക്കാം. ഇതെന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർ ചോദിക്കുന്ന പ്രൊഡക്റ്റുകൾ. അതെ, സ്പേസ് ഒരു കൺസേൺ ആയിട്ടുള്ളവർക്ക് ഇത് വലിയൊരു സൗകര്യമാണ്. ദാ അടുത്ത സ്പേസ് കൺസേൺ പ്രോഡക്റ്റ്. ദാ ഇതിങ്ങനെയല്ല ചാടിക്കുക, ഇങ്ങനെ വരുന്നു. അത് ഇങ്ങനെ എടുക്കുന്നു, ഇത്രേ ഉള്ളൂ. അയൺ ചെയ്യാം. ഇങ്ങനെ വെച്ച് ഏത് രീതിയിലും ചെയ്യാം അല്ലേ. അങ്ങനെ അയൺ ടേബിൾ നമുക്ക് ഇതിനുള്ളിൽ കിട്ടും. അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഈ പ്രൊഡക്റ്റുകൾക്കെല്ലാം അവൈലബിൾ. സ്പേസ് ഇല്ലാത്ത സ്ഥലത്ത് ഭയങ്കര സ്പേസ് കൺസേൺ ആയിട്ടുള്ളവർക്ക് ഇനി ഇതല്ല, ഇപ്പോ ബയോമെട്രിക് ലോക്കറുകൾ അവർ വരുന്നുണ്ട്. ശരിയല്ലേ, എന്ത് പ്രൊഡക്റ്റും ചെയ്യാം. മറ്റേ ബാക്കി പറഞ്ഞു കസ്റ്റമറുടെ ഇഷ്ടം അനുസരിച്ചാണ്. ചോദിക്കട്ടെ, സീലിംഗ് ആര് ചെയ്യും? സീലിംഗ് നമ്മൾ ചെയ്യും. എനിക്കറിയാമായിരുന്നു, ഒന്നാലും ചോദിക്കുക. സീലിംഗില് ഇന്ന പ്രൊഡക്റ്റിൽ ചെയ്യും എന്നുണ്ടോ, അതോ ജിപ്സത്തിലാണ് ഇപ്പൊ ഇവിടെ ചെയ്തേക്കുന്നത്? ഓക്കെ, നമുക്ക് ഏത് സീലിംഗ് ഏതാണോ ആവശ്യപ്പെടുന്നത് ചൂസ് ചെയ്യുന്നത് നമ്മൾ ചെയ്തു കൊടുക്കും. ഇപ്പം പുതിയ വോക്സ് പോലുള്ള ഒരുപാട് മെറ്റീരിയൽസ് അവൈലബിൾ അല്ലേ, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. നമുക്കിവിടെ സ്ലൈഡിംഗ് വാട്ടർ ഉണ്ടോ? അതുകൂടെ നമുക്കൊന്ന് കാണാം. യഥാർത്ഥത്തിൽ നമുക്ക് ഈ സ്ലൈഡിങ്ങിലോട്ട് വരുമ്പോഴത്തേക്കും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സ്ലൈഡിംഗ് വാട്ടർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന പോലെ അരിസ്റ്റോ വാർഡ്രോബുകളാണ്. അരിസ്റ്റോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, അറിയാവുന്നവർക്കായിട്ട് പറയുന്നല്ല, അറിയാൻ മേലാത്തവർക്കായിട്ട്. അരിസ്റ്റോ എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ്. അതിന്റെ സ്ലൈഡിംഗ് പ്രൊഫൈൽസ് വെച്ച് ചെയ്യുന്ന വാർഡ്രോബുകളെ നോർമലി അരിസ്റ്റോ വാർഡ്രോബുകൾ എന്ന് അറിയപ്പെടുന്നത്. നമ്മൾ അവിടെ ഇതിന്റെ തന്നെ 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. മെയിൻ ആയിട്ട് ഒരു ടിൻറ്റഡ് മിററിന്റെ ഒരു ഓപ്ഷൻ, ഓക്കെ, ഫുൾ മിറർ ആയിട്ട് 2. ഇത് കൊള്ളാലോ. ഇത് കെയിനിന്റെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ മൊത്തമായിട്ട് കെയിൻ ചെയ്യണമെങ്കിൽ മൊത്തമായിട്ട് കെയിൻ ചെയ്യാം. കെയിന് ഫാബ്രിക് ഗ്ലാസ്. 3 ഓപ്ഷനാണ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്. പ്ലൈയിൽ നോർമലി ചെയ്യാനാണെങ്കിൽ അതും ചെയ്യാം, എന്നും ചെയ്യാം. ഇത് 3 നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു ഓപ്ഷൻ ആയിട്ട് മൊത്തത്തിൽ ഇപ്പൊ കെയിൻ ആയിട്ട് വേണമെങ്കിൽ മൊത്തത്തിൽ കെയിൻ ആയിട്ട് അങ്ങനെയും ചെയ്യാൻ പറ്റും. ഫുള്ള് ഫ്ലൂട്ടർ ഗ്ലാസ്സിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഫാബ്രിക് ആണോ വേണ്ടത് ഫാബ്രിക് ചെയ്യാൻ സാധിക്കും. ഒരു എന്താ പറയുക, ഒരു കസ്റ്റമറെ സംബന്ധിച്ചോളം പലപ്പോഴും അവർ റേറ്റ് ചോദിക്കാറുണ്ട്. ഞാൻ ഇവരുടെ അടുത്ത് റേറ്റ് ചോദിച്ചപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞത് ഞങ്ങളൊരു ഓഫർ അങ്ങ് തരാം എന്നാണ് പറഞ്ഞത്. സാധാരണ സ്ഥലത്ത് ഓഫർ കിട്ടുമ്പോഴത്തേക്കും 3,75,000 സ്റ്റാർട്ടിങ് എന്നാണ്. ഇത് വളരെ കൃത്യമായിട്ട് എഴുതി എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. കാരണം വെച്ചാൽ ഇതിനകത്ത് പ്രധാനമായിട്ടും ഇപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് 2 BHK പാക്കേജ്, അതാണ് സ്റ്റാർട്ടിംഗ് പാക്കേജ്. യെസ്, അതായത് 2 ബെഡ്റൂമുള്ള പാക്കേജ്, അതാണ് സ്റ്റാർട്ടിങ്. അതിന് വരുന്ന 3,75,000 അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആണെന്നുള്ളതിനകത്ത് അതാണ് ഇതിന്റെ പ്രത്യേകത. ഇൻക്ലൂഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ഒന്ന് കിച്ചൺ നോർമലി ഉള്ള ഒരു 50 സ്ക്വയർ ഫീറ്റുള്ള ഒരു കിച്ചൺ, അത് നമ്മുടെ മറൈൻ പ്ലൈവുഡിൽ. 3 ഡോർ വാർഡ്രോബ്, ആ സ്ലൈഡിംഗ് അല്ല, 3 ഡോർ ഹിഞ്ച് ഓപ്പൺ വാർഡ്രോബാണ്. 6 അടിയുടെ
ഒരു ബെഡ് കോട്ട്, അതുപോലെ തന്നെ സൈഡ് ടേബിൾ ഒന്ന്, 2 ഡോർ വാർഡ്രോബ്, പിന്നെ അതുപോലെ 5 ഫീറ്റ് 2 ഡോർ വാർഡ്രോബ് രണ്ടാമത്തെ ബെഡ്റൂമിലായിരിക്കും അല്ലേ, അവിടെ 5 ഫീറ്റിന്റെ കോട്ട്, സൈഡ് ടേബിൾ, ഡൈനിങ് ടേബിൾ ആൻഡ് ചെയേഴ്സ്, നോർമൽ ഡൈനിങ് ടേബിൾ ആൻഡ് ചെയേഴ്സ് എന്ന് വിചാരിക്കും, ഗ്ലാസ് ടോപ്പിന്റെ ഒരു നോർമൽ ഡൈനിങ് ടേബിൾ ആൻഡ് ചെയേഴ്സ്, പിന്നെ ഒരു TV യൂണിറ്റ്, 5 സീറ്റർ സോഫ, ടീപ്പോ, അതായത് സെൻട്രൽ ടേബിൾ. ഇതെല്ലാം കൂടെ വരുന്ന 2 BHK ഒരു പാക്കേജാണ് ഈ പറഞ്ഞത് 3,75,000 രൂപ. ഇത് ഒരു പാക്കേജ്. രണ്ടാമത്തെ ഒരു പാക്കേജ് നമുക്ക് പറയുന്നത് അത് 3 BHK പാക്കേജാണ്. അതിന് വരുന്ന 4,75,000 ആണ്. അതിൽ വരുമ്പോൾ കിച്ചണ് ഒന്ന്, നമ്മൾ ആദ്യം പറഞ്ഞ കിച്ചണ്, പിന്നെ അതുപോലെ 3 ബെഡ്റൂമിലേക്കാണ് ഓരോന്നും അങ്ങനെ തന്നെയാണ്. 3 ഡോർ വാർഡ്രോബ്, 6 ഫീറ്റ് കോട്ട്, സൈഡ് ടേബിൾ, അതുപോലെ 3 ഡോർ വാർഡ്രോബ്, 5 ഫീറ്റ് കോട്ട്, സൈഡ് ടേബിൾ, 2 ഡോർ വാർഡ്രോബ്, 5 ഫീറ്റ് കോട്ട്, സൈഡ് ടേബിൾ, പിന്നെ അതുപോലെ വാഷ് യൂണിറ്റ് ഡൈനിങ്ങിൽ. നമ്മുടെ മറ്റേ വാഷ് യൂണിറ്റ് ഇല്ലായിരുന്നു, സ്റ്റാർട്ടിങ്ങിലില്ല, രണ്ടാമത്തെ വാഷ് യൂണിറ്റ് കൂടെ ഉണ്ട്. അതുപോലെ ഡൈനിങ് ടേബിൾ ഉണ്ട്, ചെയർ ഉണ്ട്, TV യൂണിറ്റ് ഉണ്ട്, 5 സീറ്റർ സോഫ ഉണ്ട്, ടീപ്പോ ഉണ്ട്. ആഡ് ചെയ്യപ്പെട്ടത് ഒരു കാര്യം നമ്മൾ പറഞ്ഞു. ആദ്യം പറഞ്ഞത് എന്താ പറയുക ഗ്രാൻഡ് പാക്കേജ് എന്ന്, രണ്ടാമത് പറഞ്ഞതിന് പ്രീമിയം പാക്കേജ്. ഇനി അടുത്ത പറയാൻ പറഞ്ഞാൽ പ്രീമിയം പ്ലസ് ആണ്. അതാണ് ഇവരുടെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പാക്കേജ്, 7,75,000. അതിലെനിക്ക് തോന്നുന്നു എല്ലാം കൂടെ 3 BHK തന്നെയാണ്. നമ്മൾ കുറച്ച് മുന്നേ പറയാൻ 3 BHK ആയിരുന്നു. ഇതിനകത്ത് എന്തൊക്കെ വ്യത്യാസം എന്ന് പറയാം. കിച്ചൺ 4 ഡോർ വാർഡ്രോബ് വിത്ത് ലോഫ്റ്റ് ആണ് ഫസ്റ്റ് ബെഡ്റൂമിൽ, 6 ഫീറ്റ് കോട്ട്, സൈഡ് ടേബിൾ ഒന്ന്. അതുപോലെ ബാത്റൂമിൽ വാനിറ്റി ഏരിയ വരുന്നുണ്ട്. വാനിറ്റി ഏരിയ കഴിഞ്ഞാൽ ഒരു വാനിറ്റി ഏരിയ വരുന്നുണ്ട്. അതുപോലെ 3 ഡോർ വാർഡ്രോബ്, 6 ഫീറ്റ് കോട്ട്, സൈഡ് ടേബിൾ, അതും ബാത്റൂമിൽ വാനിറ്റി ഏരിയ. അതുപോലെ 3 ഡോർ വാർഡ്രോബ്, 6 ഫീറ്റ് കോട്ട്, സൈഡ് ടേബിൾ, വീണ്ടും വാനിറ്റി ഏരിയ. 3 ബെഡ്റൂമിലും ഈ 3 സാധനം കൂടും. പിന്നെ ഷൂ റാക്ക് അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. ഡൈനിങ് ടേബിൾ ആൻഡ് ചെയേഴ്സ്, വാഷ് യൂണിറ്റ്, TV യൂണിറ്റ്, 5 സീറ്റർ സോഫ, സെൻട്രൽ ടേബിൾ. വളരെ കൃത്യമാണ്. ഇതിനകത്ത് നമ്മൾ സാധാരണ രീതിയിൽ ഒരു ഊഹം പറയണം. ഇതൊന്നുമില്ല, വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു എന്താ പറയുന്നത് ഒരു പാക്കേജുമാണ് അവർ തന്നിരിക്കുന്നത്. സോഫയും ഡൈനിങ് ടേബിൾ ആകുമ്പോൾ നമുക്ക് സെലക്ഷൻ താഴെ എടുക്കുകയും ചെയ്യാം. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളിത് എവിടെയൊക്കെ സർവീസ് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ നമ്മളിപ്പോൾ ഓൾ കേരള ചെയ്യുന്നുണ്ട്, പുറത്തോട്ടാണെങ്കിൽ പുറത്തോട്ടും ചെയ്യുന്നുണ്ട്. തമിഴ്നാട്, ബാംഗ്ലൂർ, ഔട്ട്സൈഡ് കേരള ഇപ്പൊ ചെയ്യുന്നുണ്ട്. ഒരു കേരളത്തിൽ എല്ലായിടത്തും, അതുപോലെ ഔട്ട്സൈഡ് കേരളയിൽ നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഷോറൂമും കേരളത്തിൽ കണ്ണൂരും മലപ്പുറത്തൊക്കെ കോഴിക്കോടും ഉണ്ട്. ഇതേപോലെ തന്നെ ഷോറൂം ഇന്റീരിയറിന്റെ എവിടെയാണ് ഷോറൂം വരുന്നത്? നമുക്ക് വർക്ക് എല്ലായിടത്തും നടക്കുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഹോം സോൾ തെയ്യം പാട്ടിലിന്റെ ഏത് ഷോറൂമിൽ കയറിയാലും നിങ്ങൾക്ക് ലൂസ് ഫർണിച്ചർ, ഏത് ഇമ്പോർട്ടൻറ്റ് ഫർണിച്ചറും തപ്പിയെടുക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ അവിടത്തേക്ക് റേറ്റ് പറയാം. നമ്മൾ ഈ പറഞ്ഞ 3,75,000 എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് പ്രൊഡക്റ്റ് ആണെന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. വലിയ ബഡ്ജറ്റുള്ള ഒരു സാധനം, വളരെ നല്ലൊരു പാക്കേജിൽ അവർ തരുന്നത്. അത് അവരുടെ ഷോപ്പിൽ ചെയ്യുന്ന ഷോറൂമിൽ ചെയ്യുന്ന ഒരു വ്യക്തമായിട്ട് മനസ്സിലാക്കാം. കാരണം നമുക്ക് ഒരുപാട് ഫർണിച്ചേഴ്സ് അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് പാക്കേജ് കൊടുക്കാൻ പറ്റും. അങ്ങനെ പുറത്തുനിന്ന് ഒരു സാധനം എടുത്ത് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, എല്ലാം നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഓൾ ഇൻ വൺ സൊല്യൂഷൻ. വളരെ വൃത്തിയായിട്ട് ഉത്തരവാദിത്തത്തോടെ ഭംഗിയായിട്ട് ചെയ്ത് കിട്ടും. സർവീസും വളരെ കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ ശരത്തെ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് സമയം കൂടുതൽ കാര്യങ്ങൾ. താങ്ക് യു സോ മച്ച്. എപ്പോഴും പറയുന്നത് സർവീസാണ്. നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഫർണിച്ചർ യൂണിറ്റ് ആയിരുന്നു. അതായത് നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ താഴെ വശത്ത് അത് നമ്മൾ ഹോം സോൾ തെയ്യം പാട്ടിൻ്റെ വീഡിയോ കാണിച്ചപ്പോൾ പലരും പറഞ്ഞാണ് ഭയങ്കര എന്താ പറയുക എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫർണിച്ചറുകൾ. പക്ഷേ അതിനകത്ത് പലരും പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫർണിച്ചറുകൾ പലയിടത്തും കണ്ടിട്ടില്ല എന്നുള്ളത്. നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തു തരും എന്നുള്ളതാണ്, നല്ല സർവീസും തരും എന്നുള്ളതാണ്. അതുതന്നെയാണ് പാക്കേജ് വളരെ വ്യക്തമായിട്ട് പറയാൻ കാര്യം. പാക്കേജ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോ ഏതൊരിക്കും. അജയ് ശങ്കർ സൈനിങ് ഓഫ്, ഡോക്ടർ ഇന്ത്യ.